വന്നത് ശരിക്കും ഇവിടെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റും. ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങുമായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അളിയൻ ഒരു ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഡയറക്റ്റ് ചാടി കയറി പോകുന്നതാണ്. ഏതാ സ്ഥലത്തിൻ്റെ പേര് പോലും അറിയില്ല. അളിയോ, ഇത് ഏതാ സ്ഥലം എന്നൊന്ന് പറഞ്ഞേ. ഇത് വലിയ പാറ എന്ന് പറയും. ഇത് എങ്ങനെ ലൊക്കേഷനും കൂടി ഒന്ന് പറയാം. നമ്മുടെ കൊഴുതന കഴിഞ്ഞ് ഇടിയമല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വലിയ പാറയിലേക്കുള്ള വഴിയാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ അതോ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണോ? അല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് മേലെ പോയിട്ട് വേണം കുക്ക് ചെയ്യാൻ. എൻ്റെ കയ്യിലും എന്തോ ഉണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിതാ ഇതുണ്ടാക്കലും ചിക്കൻ ചൂടിലൊക്കെ അവിടെ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കൊന്ന് കയറിയതാണ്. സംഭവം അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. അളിയൻ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ചെറിയൊരു ട്രക്കിങ് ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്ത് പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അൾട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചെറിയ സീനാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അളിയൻ ഇവിടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് വരുന്നതിന് സീനില്ല. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ വരണം. എന്തായാലും സംഭവം ചിൽപ്പൊളിയാണ്. അപ്പോൾ നമ്മൾ കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, ഒരു ഹിൽ ടോപ്പിൽ. ഇവിടെ ഫുള്ള് പാറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള വിറക് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിനുള്ള വിറക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. പൊളി സ്ഥലമാണല്ലോ. വൈകുന്നേരം ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ? മോർണിംഗ് വരണം അല്ലേ? മോർണിംഗ് വരണം. പൊള്ളി സ്ഥലമാണ്. 2 ദിവസം കണ്ടു. പിന്നെ 3-ാം ദിവസം കൂടി വന്നിരുന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കണ്ടില്ല. പിന്നെ ഈ വഴിക്കേ വന്നില്ലാന്നല്ലേ? ഇവിടെ ലോക്കൽ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്. എന്താ അവിടെ കുറച്ച് ഗേൾസൊക്കെ ഉണ്ട്. നമ്മളെ ഈ നാട്ടിലത്തെ ആളുകൾ തന്നെ വരുള്ളൂ. പുറത്തുനിന്നാരും ഇതിൽ കയറ്റിവിടില്ല. ഇതിലെ വരുന്ന വഴി പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ നാട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാകും. ഈ വഴി വരുമ്പോൾ കുഴപ്പമില്ല. ഇതിലെ വരുമ്പോൾ അധികം വിഷയങ്ങളില്ല. എന്നാലും ഞങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ആളുകളായതുകൊണ്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആരൊക്കെയോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ പറഞ്ഞേ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അത് ഉണ്ടാക്കുന്നതിനല്ല, ബാക്കിയുള്ള ഇവിടെ പ്രശ്നങ്ങൾ ഓരോ മൊത്തം ഉണ്ടാക്കി അതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വഴി ഇനിയിപ്പോൾ ഇതിൽ ഇറങ്ങി വരാൻ പറ്റുന്ന വഴി. വണ്ടി ഇവിടെ മേലെ വരെ വരും. ഇവിടെ വരെയല്ല, തൊട്ട് താഴെ നമുക്കൊരു 100 മീറ്റർ കൊണ്ട് നടന്നാൽ മതിയോ? ദൂരത്തേക്ക് നമുക്ക് കിട്ടും. സാധാരണ ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെയാണ് ട്രെക്കിങ്ങിന് പോകാറ്. ഇതിപ്പോൾ നമ്മൾ ഈ ടൈം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈവനിങ് കുക്ക് ചെയ്തിട്ട് ഈവനിങ് ആ ടൈമിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആവാന്നുള്ളൊരു
ഇതിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് സൺസെറ്റിനെക്കാട്ടി അടിപൊളി ഇവിടെ സൺറൈസ് ആയിരിക്കും അല്ലേ? സൺറൈസാണ്. കാരണം സൺറൈസിന് പറ്റി കുറേ ലോങ് വ്യൂ ഉണ്ട്. ഇവിടം വരെ നമുക്ക് വണ്ടി വരും, അത് വേറെ വഴിയാണ്, നമ്മൾ വന്ന വഴിയല്ല. പിന്നെ ആളുകൾ കയറുന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതാണ്. കുപ്പിച്ചില്ലേ, വേസ്റ്റ് കൊണ്ടിടുക, കുട്ടിച്ചിടുക, അങ്ങനത്തെ വിഷയങ്ങളുള്ളതുകൊണ്ടാണ് ആളുകൾ ഇതിലങ്ങോട്ട് വരാൻ സമ്മതിക്കാം. അപ്പോൾ ഇവിടം വരെ നമുക്ക് വണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് അഡ്വഞ്ചറായിട്ട് താഴ്ന്ന് കയറി വരിക, ഫുൾ മല കയറി വന്നു. നോക്കി നോക്കി മുള്ള വിറക് വെറുക്കാൻ പോയതാട്ടോ. അധികം വിറകൊന്നും കിട്ടിയില്ല. ഞാൻ നൈസിൽ നൂലായിട്ട് ചെറിയൊരു വിറകും പെറുക്കിയിട്ട് വരികയാണ്. ഇതായിരുന്നോ പണ്ട് പരിപാടി? ഗൾഫിലുണ്ടായിരുന്നില്ലേ? അവിടെ കുക്കായിരുന്നോ? അല്ലല്ല, അവിടെ പോയിട്ട് എല്ലാവരും കുക്കാണോ, സ്വന്തം ഉണ്ടാക്കി തന്നിട്ടാ. അടിപൊളി. കുക്ക് അതാണ് നമ്മുടെ ഷെഫ്. എല്ലാവരും ഷെഫ്മാർ തന്നെയാണ്. എന്താ ഐഡിയ? ഇവൻ ഐഡിയന്റെ കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടാണ്. ഒരു പീസ് ഇപ്പതിൽ ഇറങ്ങിപ്പോയിരുന്നു. ഇതല്ല കേട്ടോ പീസ്. നിന്നെ പറഞ്ഞു കക്കണോർത്തും ക്യാമറ കൊടുന്ന് വെക്കുന്ന ഒരാള്. ഇപ്പോൾ വയനാട്ടിൽ പൊതുവെ ഒരു മൂടിക്കെട്ടിയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ലോങ് വ്യൂ ഒന്നും നമുക്ക് കാണുന്നില്ല. ചെറിയ രീതിയിൽ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ. നമ്മുടെ സൂര്യൻ മച്ചാനൊക്കെ പോയി. സ്കൈയൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഹെവി കാറ്റുണ്ട്. നല്ല സുഖമുണ്ട്. ഇപ്പോൾ പാറേൻ്റെ മുകളിൽ നിന്ന് താഴെ നിന്നുള്ള ചെറിയൊരു ചൂടും നല്ല തണുത്ത കാറ്റും. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ നിൽക്കാൻ. എന്നാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്ക്, വൈബ് സ്ഥലമല്ലേ, അധികം ആരുമില്ല. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരലുള്ളൂ. പുറത്തൊന്നും അധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് ചുറ്റും നോക്ക്, ചുറ്റും എന്നുള്ള വ്യൂ പൊള്ളി വൈബ് സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റും. ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. വലിയ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം ടെൻ്റ് അടിക്കും. ഇപ്പോൾ സമയം സന്ദർഭമൊക്കെ നോക്കി നമുക്കൊരു ദിവസം വരാം. അപ്പോൾ അളിയനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റായിട്ട് ടെൻ്റൊക്കെ അടിച്ച് നൈറ്റ് ഇവിടെ എന്തെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റാവാം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് റൈസ് ചോറായിട്ടുണ്ട്. കപ്സ, നമ്മുടെ കപ്സ ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം.
രണ്ടരക്കം ഒന്നൊന്നും മിണ്ടിടാതെ കാതോരം ചൊന്നിടാതെ എങ്ങുമായുന്നാരോ. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ അൽഫാമും സെറ്റായിട്ട് ഇനി കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ചൂടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൻ്റെ മേലെ തന്നെ വീണ്ടും സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതാ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴിച്ചോക്കാം. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന കുപ്പിയും വേസ്റ്റും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ തിരിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ് കവറിലാക്കിയിട്ട്. എന്നാൽ പോവല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ? അപ്പോൾ അളിയനും അളിയൻ്റെ ഫ്രണ്ട്സൊക്കെ പൊളിയാട്ടോ, പൊളി വൈബ് ടീംസാണ്. അപ്പോൾ ഞങ്ങളിനി നേരെ താഴേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും വന്നില്ല, ഞങ്ങൾ 4 പേര് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയത്. എനിക്കങ്ങ് ദൂരെ പോകാണ്ട്, ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇരുട്ടായി, അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ണൊന്നും കാണുന്നില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സ്ഥലത്തും കാണുമ്പോഴേക്കും ബൈ.